ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് താടാസന. താടാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റാൻഡിങ് പോസ്റ്റേഴ്സിൻ്റെയും ബേസാണ് താടാസന. താടാസന പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ കാൽ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു, ലോവർ ബാക്ക് സ്ട്രെങ്തൻ ചെയ്യുന്നു. അതുപോലെ തന്നെ കുട്ടികളിലെ ഹൈറ്റ് ഏർലി സ്റ്റേജിൽ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. ഇത് ചെയ്യുന്നത് മൂലം നമുക്ക് ഫോക്കസ്, കോൺസെൻട്രേഷൻ ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നു. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. താടാസന ചെയ്യുന്നതിനായിട്ട് ആദ്യം കാലുകൾ ഹിപ്പ് ഡിസ്റ്റൻസിലാണ് വെക്കേണ്ടത്. കാലുകൾ ചേർത്ത് വെച്ചിട്ടല്ല ചെയ്യുക, കാലുകൾ ഹിപ്പ് ഡിസ്റ്റൻസിൽ വെക്കുന്നു. അതിനുശേഷം രണ്ട് കാലുകളിലേക്കും വെയിറ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. കൈ രണ്ടും ഇൻ്റർലോക്ക് ചെയ്ത് കൈകൾ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ആദ്യം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാലുകൾ ഉയർത്തി സ്റ്റാൻഡ് ഓൺ യുവർ ടോസ്, കാൽ വിരലുകളിൽ നിൽക്കാം. നന്നായി സ്ട്രെച്ച് ചെയ്യുക. നമ്മുടെ കൈകൾ മുകളിലേക്ക് ആരോ പിടിച്ച് വലിക്കുന്ന ഒരു ഫീല് തോന്നണം. ബാലൻസ് കിട്ടാൻ വേണ്ടി ഒരു പോയിന്റിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ഒരു 10 ബ്രീത്ത് എടുത്തുകൊണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഇനി എക്സെയിൽ ചെയ്തുകൊണ്ട് സ്ലോലി കൈകളും കാലുകളും ഒരുമിച്ച് താഴേക്ക് കൊണ്ടുവരിക. ഇതാണ് ഫൈനൽ താടാസന പൊസിഷൻ. നമുക്കിത് ചെയ്യുമ്പോൾ കാലിൻ്റെ മസിൽസ്, അതായത് കാഫ് മസിൽസ്, ഹാംസ്ട്രിങ് മസിൽസ്, ലോവർ ബാക്ക് ഇതെല്ലാം സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. നമുക്കിതിൻ്റെ ഒരു വേരിയേഷൻ കൂടെ നോക്കാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ താടാസന പൊസിഷനിലേക്ക് വരുന്നു. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് കൈകൾ രണ്ടും മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. സ്റ്റാൻഡ് ഓൺ യുവർ ടോസ്. ഇനി സ്ലോലി നമുക്ക് വാക്ക് ചെയ്യാം. അതായത് മാറ്റിൽ സ്ലോലി വാക്ക് ചെയ്യുന്നു, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വാക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്കൊരു 10 ടൈംസ് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കാഫ് മസിൽസ് നന്നായി സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ കാഫ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നീ സ്ട്രെങ്തൻ ചെയ്യുന്നു, തൈ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു, ലോവർ ബാക്ക് സ്ട്രെങ്തൻ ചെയ്യുന്നു. ഈ ഒരു പോസ് നമ്മളുടെ ഫോക്കസും കോൺസെൻട്രേഷനും ഇമ്പ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു പോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള യോഗാസനാസും ടിപ്സുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.